ശതമാനത്തിലെ മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. എയുടെ ശമ്പളം ബിയേക്കാൾ X% കൂടുതലായാൽ ബിയുടെ ശതമാനം എയേക്കാൾ X/100+X ഇൻറ്റു 100% കുറവായിരിക്കും. എന്താണ് ഇവിടെ പറയുന്നത്? എയുടെ ശമ്പളം ബിയേക്കാൾ X% കൂടുതലാണ്. അപ്പം ആരുടെ ശമ്പളമാണ് ഇവിടെ കൂടുതൽ? എയുടെ ശമ്പളമാണ് ബിയേക്കാളും കൂടുതൽ. എത്ര ശതമാനം? X% കൂടുതലാണ് എയേക്കാളും. എയുടെ ശമ്പളമാണ് ബിയേക്കാളും ഇവിടെ കൂടുതൽ. അങ്ങനെ ആയാൽ എയുടെ ശമ്പളം കൂടുതലായാൽ അപ്പൊ ബിയുടെ ശമ്പളം എന്തായാലും എയേക്കാളും കുറവായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ബിയുടെ ശമ്പളം എത്ര കുറവായിരിക്കും? എയേക്കാളും X/100+X ഇൻറ്റു 100% കുറവായിരിക്കും. ഇതാണ് അടുത്തൊരു ടോപ്പിക്കിൽ പറയുന്നത് ശതമാനത്തിൽ. അപ്പൊ എന്താണ്? എയുടെ ശമ്പളം ബിയേക്കാൾ X% കൂടുതലാണ്. എയുടെ ശമ്പളമാണ് ഇവിടെ കൂടുതൽ ബിയേക്കാൾ. എത്ര കൂടുതലാണ്? X% കൂടുതലായാലേ. അങ്ങനെയാണെങ്കിൽ എയുടെ ശമ്പളം കൂടുതലാണെങ്കിൽ ബിയുടെ ശമ്പളം കുറവായിരിക്കുമല്ലോ. അപ്പൊ ബിയുടെ ശമ്പളം എന്ന് പറയുന്നത് എയേക്കാട്ടിൽ എത്ര കുറവായിരിക്കും? X/100+X ഇൻറ്റു 100% കുറവായിരിക്കും. ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ് കുറവ്, ബിയുടെ ശമ്പളം എയേക്കാളും എത്ര ശതമാനം കുറവാണ് എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ അതേ വെച്ച് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എയുടെ ശമ്പളം ബിയേക്കാൾ 20% കൂടുതലാണ് എങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കുറവായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആരുടെ ശമ്പളമാണ് കൂടുതൽ? ആരുടെ ശമ്പളമാണ് ഇവിടെ കുറവ്? അപ്പോൾ ആരുടെ ശമ്പളമാണ് കൂടുതൽ? എയുടെ ശമ്പളം കൂടുതലാണ്, ബിയുടെ ശമ്പളം കുറവാണ്. അങ്ങനെയാണെങ്കിൽ എയുടെ ശമ്പളം കൂടുതലാണ്, ആരെക്കാളും ബിയുടെ ശമ്പളത്തെക്കാളും എയുടെ ശമ്പളം കൂടുതലാണ്, ബിയുടെ ശമ്പളം കുറവാണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കുറവായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്ര ശതമാനം കുറവായിരിക്കും ബിയുടെ ശമ്പളം എയേക്കാളും കുറവായിരിക്കും എന്നറിയാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു അല്ലേ? എന്താണത്? X/100+X ഇൻറ്റു 100% കുറവായിരിക്കും. ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തെക്കാളും ഇത്ര ശതമാനം കുറവായിരിക്കും. ഇനി ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ശതമാനമാണ് ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തെക്കാളും കുറവ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ എക്സിന് നമുക്കറിയാൻ തന്നിട്ടുണ്ട്, 20 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ട് കൊടുത്ത് നോക്കാം. 20/100+X പറയുമ്പോൾ 100+20, അപ്പം 120 ഇൻറ്റു 100. ഇനി നമുക്ക് വെട്ടി ചെറുതാക്കി നോക്കാം. ഈ പൂജ്യം ക്യാൻസലായി. 2ഉം 12 ആകുമ്പോൾ ഒരു പ്രാവശ്യം 2ലെ 12ലെ 6. അപ്പം 100/6. ഇപ്പം ഒന്നും കൂടി 2 കൊണ്ട് വെട്ടി പത്താം. അപ്പം 100ൽ 2 50 പ്രാവശ്യം, 6ൽ 2 3 പ്രാവശ്യം. അപ്പം നമുക്ക് എന്ത് കിട്ടി? 50/3 കിട്ടി. ഇതിനെ ഹരിച്ച് നോക്കാം. 50/3 എത്രയും നോക്കാം. 1 3 3, ബാക്കി 5ന് 3 കുറച്ച് കഴിഞ്ഞാൽ 2 20, 6 3 18, 2. അപ്പോൾ 16. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 16 2/3 കുറവായിരിക്കും. അപ്പോൾ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തേക്കാൾ എത്ര കുറവാണ്? 16 2/3 കുറവായിരിക്കും എയെക്കാട്ടിലും. അപ്പോൾ ഇത് PSC എപ്പോഴും ചോദിച്ചു കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലെ തന്നെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇവിടെ എയുടെ ശമ്പളമാണ് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? ഇവിടെ എയുടെ ശമ്പളമാണ് നമ്മൾ കൂടുതലായിട്ട് എടുത്തത്.
എയുടെ ശമ്പളം ബിയേക്കാൾ 20% കൂടുതലാണ്. അപ്പോൾ എയുടെ ശമ്പളം ഇവിടെ കൂടുതലെടുത്തു, ബിയുടെ ശമ്പളം കുറവാണെന്നാണ് ഇവിടെ ഉള്ളത്. ഇപ്പം നമ്മൾ ഇപ്പം എന്താ നമ്മൾ പഠിച്ചത്? എയുടെ ശമ്പളം കൂടുതൽ ആണ്, ബിയുടെ ശമ്പളം കുറവാണ്. എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തേക്കാൾ കൂടുതലാണെന്ന് പഠിച്ചു. അപ്പോൾ നമ്മൾ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തേക്കാൾ എത്ര കുറവായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ x/100 + x × 100% കുറവായിരിക്കും എന്നുള്ള ഇക്വേഷൻ പഠിച്ചു. ഇനി ഇത് നേരെ തിരിച്ച്, എയുടെ ശമ്പളം കുറവാണ്, ബിയുടെ ശമ്പളമാണ് കൂടുതൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തേക്കാൾ എത്ര കൂടുതലാണ്? ബിയുടെ ശമ്പളമാണ് കൂടുതൽ ഇവിടെ, എയുടെ ശമ്പളം കുറവും. അങ്ങനെയാണെങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തേക്കാൾ എത്ര കൂടുതലാണ്, കൂടുതലായിരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇത് ചെയ്യുന്നതിന് ഈ ഈക്വേഷന് പകരം x/100 + x പകരം x+100 - x × 100% എന്നിട്ട് കൊടുത്തത്. അത് അപ്പോൾ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തേക്കാൾ x/100 - x × 100% കൂടുതലായിരിക്കും. ഇതിൽ ഇത്രയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി വീഡിയോസ് അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.